അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻസ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച എൻക്രിപ്ഷനും അല്ലെങ്കിൽ സൈഫർ ടെക്സ്റ്റിൻ്റെ ഇക്വേഷനും അതുപോലെ പ്ലെയിൻ ടെക്സ്റ്റ് തിരിച്ച് ഡീക്രിപ്ഷൻ ചെയ്യാനുള്ള ഇക്വേഷനും രണ്ടെണ്ണം പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം നിർത്തിയത്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഈ സീസർ സൈഫറിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ 2 ടൈപ്പ് ഓഫ് അറ്റാക്കുകൾ പഠിച്ചായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ക്രിപ്റ്റനലിറ്റിക് അറ്റാക്കും അതുപോലെ തന്നെ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കും. ആർക്കെങ്കിലും ഓർമ്മയുണ്ട് എന്ത് പറഞ്ഞത്? രാഖി, എന്തുവാ അത്? നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിന്ന് പഠിച്ചെന്തുവാ? ഇല്ലേ? രാഖി ഇവിടെ ഇല്ലേ? ഉണ്ടല്ലോ. പറഞ്ഞേ, എന്തുവായിരുന്നു കഴിഞ്ഞ ദിവസം പഠിച്ച ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്? നല്ല പഠിച്ചല്ലേ ഉള്ളൂ. എന്താണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്? ഹലോ സാർ ഓർക്കുന്നില്ല. ഓർമ്മയുള്ള ആരുണ്ട്? അഞ്ജു, ലൈജു, അജിത്ത്, ആരെങ്കിലും ഓർമ്മ ഉണ്ടോടാ? ഇന്നലെ പറഞ്ഞ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്തുവാന്നുള്ളത്? എടിഎമ്മിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ പറഞ്ഞത് എന്തുവാ? അതായത് ഇപ്പൊ നമ്പർ ഓഫ് കൗണ്ടിങ് എന്തിനു പറയാം, അതായത് ഒരു സെക്യൂരിറ്റി. എടാ എന്തുവാ ഈ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ? ഏത് ടൈപ്പ് ഓഫ് അറ്റാക്കിനാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത്? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട പോലും സിറ്റുവേഷൻ ഇല്ല. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുമ്മാ എഴുതി വെക്കാം. അത് പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കാര്യമില്ല. ആർക്കും ഓർമ്മയില്ല എന്താ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന്? ഹലോ, ഓർമ്മയില്ലേ ആർക്കും? നമുക്ക് കൊടുക്കാവുന്ന അല്ലെങ്കിൽ ആ പാസ്വേഡ് അല്ലെങ്കിൽ കീയുടെ എത്ര പോസിബിൾ കോമ്പിനേഷൻ ഉണ്ടോ ആ എല്ലാ കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കി കറക്റ്റായിട്ടുള്ള കോമ്പിനേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതിനാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത്. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പോസിബിൾ കോമ്പിനേഷനും അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ശരിക്കുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് വന്നാൽ അത് തടയാൻ പറ്റാത്ത അല്ലെങ്കിൽ അത് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് കൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അൽഗോരിതമാണ് ഈ സീസർ സൈഫർ എന്ന് പറയുന്ന സാധനം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നിങ്ങൾ പഠിച്ചതാണ്. നമ്മൾ ഓരോ എങ്ങനെയാണ് സീസർ സൈഫർ വർക്ക് ചെയ്യുന്നത് എങ്ങനെ അതറിയാവോ? എങ്ങനെയാണ് സീസർ സൈഫർ വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാ? അതാരെങ്കിലും പറഞ്ഞേ? അഞ്ജു, എങ്ങനെയാ സീസർ സൈഫർ? പറഞ്ഞേ. സാർ ഇങ്ങനെ ഓരോ കീ ഉപയോഗിച്ച് നമ്മള് എന്താ ചേഞ്ച് ചെയ്ത് ഓരോ ലെറ്റർ ചേഞ്ച് ചെയ്ത് ഓരോ ലെറ്റർ എങ്ങനെ ചേഞ്ച് ചെയ്യും? ഇപ്പൊ ഒരു കീ തന്നാല് ഇപ്പൊ തേർഡ് കീയാ തരുന്നെങ്കില് ABCD ഇപ്പം A നമ്മള് ചൂസ് ചെയ്യുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള തേർഡ് ലെറ്റർ എടുത്ത് റീപ്ലേസ് ചെയ്യും. അങ്ങനെ നമുക്ക് എത്ര പോസിബിൾ കീ ഉണ്ട് ഇതിനകത്ത്? 26 അല്ലെങ്കിൽ 26 പോസിബിൾ കീസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഒരു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ അയാൾ എത്ര തവണ ട്രൈ ചെയ്താൽ മതി ശരിക്കുള്ള കിട്ടാൻ? ശരിക്കുള്ള കീ കണ്ടുപിടിക്കാൻ എത്ര ട്രൈ ചെയ്ത് നോക്കിയാൽ മതി? നമ്മൾ സീസർ സൈഫർ ഉപയോഗിച്ചേക്കുന്ന സൈഫർ എങ്കിൽ എത്ര നമുക്ക് ഇത് മതി, ട്രൈ മതി അയാൾക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട്? പറഞ്ഞേ. അജിത്ത് പറഞ്ഞു 26. മനസ്സിലായോ? അതായത് നമുക്ക് 26 കീ അല്ലേ ഉള്ളൂ. അപ്പോൾ ഓരോരോ 1 ഇട്ട് നോക്കുക, 2 ഇട്ട് നോക്കുക, 3 ഇട്ട് നോക്കുക, അങ്ങനെ 26 വരെ ഇട്ട് നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരിടത്ത് നമുക്ക് എന്താ കിട്ടും? കറക്റ്റായിട്ടുള്ള കിട്ടത്തില്ലേ? മനസ്സിലായോ? ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളിനകത്ത് പറയുകയാണെങ്കിൽ അയാൾ കീ 1 ഇട്ട് നോക്കി, 2 ഇട്ട് നോക്കി, 3 ഇട്ട് നോക്കി. നമുക്ക് ഉണ്ടായിരുന്ന സ്ക്രീനിൽ കാണുന്ന ഏറ്റവും മേളിലുള്ളതായിരുന്നു നമുക്ക് കിട്ടിയ സൈഫർ ടെക്സ്റ്റ്. അതിനെ 1 ഇട്ട് നോക്കി, 2 ഇട്ട് നോക്കി, 3 ഇട്ട് ഡീക്രിപ്റ്റ് ചെയ്ത് നോക്കി, പറ്റിയില്ല. അങ്ങനെ മൊത്തം 25 വരെയും ഡീക്രിപ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ ഏതെങ്കിലും ഒരിടത്ത് എന്തോ കിട്ടും? നോക്കി, നമ്മൾ 3 ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് 3യുടെ അവിടെ നമുക്ക് എന്തോ കിട്ടും? കറക്റ്റായിട്ടുള്ള ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് കിട്ടിയില്ലേ? മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ സീസർ സൈഫർ ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുന്നതെങ്കിൽ അതാണെന്ന് അറ്റാക്കർക്ക് മനസ്സിലായാൽ അയാൾ 26 കീയും ട്രൈ ചെയ്ത് നോക്കിയാൽ ഏതെങ്കിലും ഒരിടത്ത് എന്തോ കിട്ടും? കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടാനുള്ള വഴിയുണ്ട്. മനസ്സിലായോ? അതാണ് ഏറ്റവും ഒരു സീസർ സൈഫറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിന് പ്രോണാണ്. 26 കീ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതി ഒരു തേർഡ് പാർട്ടിക്ക്.
പറയാൻ വരെ മനസ്സിലായോ? ഇനി ഈ ടൈപ്പ് ഓഫ്, അതായത് നമ്മൾ സിക്സ് സൈഫറൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് സൈഫറിന് നമ്മളൊരു പേര് വിളിക്കും മോണോ ആൽഫബറ്റിക് സൈഫർ. കാണാൻ പറ്റുന്നുണ്ടോ എഴുതിയേക്കുന്നേ? മോണോ ആൽഫബറ്റിക് സൈഫർ. മോണോ ആൽഫബറ്റിക്, മോണോ എന്ന് പറഞ്ഞാൽ എന്താ? മോണോ എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ സീസൺ സൈഫറിൽ എന്താ ചെയ്തേ? നമ്മൾ 3 എന്ന് പറയുന്നൊരു കീ ഉള്ളപ്പം എക്ക് പകരം എ കഴിഞ്ഞുള്ള മൂന്നാമത്തെ, അല്ലെങ്കിൽ ബിക്ക് പകരം ബി കഴിഞ്ഞുള്ള മൂന്നാമത്തെ, അല്ലെങ്കിൽ വൈക്ക് പകരം വൈ കഴിഞ്ഞുള്ള മൂന്നാമത്തെ, അങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും ആണല്ലോ. അപ്പോൾ എക്ക് പകരം ബി സി ഡി ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിൽ എവിടൊക്കെ എ വരുന്നുണ്ടോ അവിടൊക്കെ നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കുന്നത്? എന്തുമായിരിക്കും? നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിൽ എവിടൊക്കെ എ വന്നാലും അവിടൊക്കെ നമ്മൾ എന്ത് വെച്ചായിരിക്കും റീപ്ലേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? എന്ത് വെച്ചായിരിക്കും? ഡി വെച്ചല്ലേ? ആണോ? മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഡി 3 ആണ് നമ്മുടെ കീ എങ്കിൽ എയെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് ഡി വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിൽ എവിടെയൊക്കെ എ ഉണ്ടോ ആ എ ഒക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് വെച്ചിട്ടാണ്, ഡി വെച്ചിട്ടാണ്. ഇപ്പോൾ സിക്ക് പകരം ഡി ഇ എഫ്, എവിടൊക്കെ സി വരുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് വെച്ചിട്ടായിരിക്കും, എഫ് വെച്ചിട്ടല്ലേ? മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ഒരു 1-to-1 സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ഒരു പ്ലെയിൻ ടെക്സ്റ്റിലെ ഒരു ലെറ്ററിന് സൈഫർ ടെക്സ്റ്റിലെ വേറൊരു ലെറ്റർ, അത് ആ പ്ലെയിൻ ടെക്സ്റ്റിലെ ലെറ്റർ എവിടൊക്കെ വരുന്നുണ്ടോ അവിടെ ഒക്കെയും നമ്മൾ ഈ സെയിം ലെറ്റർ വെച്ചായിരിക്കും സൈഫർ ടെക്സ്റ്റിൽ റീപ്ലേസ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ഒരു 1-to-1 സബ്സ്റ്റിറ്റ്യൂഷനാണ്. അത് ഒരു പ്ലെയിൻ ടെക്സ്റ്റിലെ ലെറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സൈഫർ ടെക്സ്റ്റ് ലെറ്റർ, അത് നമ്മൾ മാറാൻ പോകുന്നില്ല. ആ ലെറ്റർ എവിടെയൊക്കെ വന്നോ അതെല്ലാം റീപ്ലേസ് ചെയ്യുന്നത് സെയിം വെച്ചിട്ടാണ്. അങ്ങനെ ചെയ്യുന്ന 1-to-1 സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് സൈഫറിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോ ആൽഫബറ്റിക് സൈഫർ. അതായത് 1-to-1 സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഒരു ആൽഫബറ്റിന് വേറൊരു ആൽഫബറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുക, എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെ റീപ്ലേസ് ചെയ്യുക. മനസ്സിലായോ? അത് കീ ഏത് ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം ഒന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒരു ആൽഫബറ്റ് എക്ക് ഡി ആണെങ്കിൽ എവിടെയൊക്കെ എ ഉണ്ടോ അവിടെയൊക്കെ ഡി. ഇപ്പോൾ ജെയ്ക്ക് എൽ ആണെങ്കിൽ എവിടെയൊക്കെ ജെ ഉണ്ടോ എവിടെയൊക്കെ ജെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ എൽ. അല്ലെങ്കിൽ എവിടെ നമ്മൾ ആറിന് പകരം ടി ആണെങ്കിൽ എവിടെയൊക്കെ ആറ് വന്നോ അവിടെയൊക്കെ ടി. ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ എക്ക് പകരം സെഡ് വെച്ചാൽ റീപ്ലേസ് ചെയ്യുന്നെങ്കിലോ എവിടെയൊക്കെ എ ഉണ്ടോ അവിടെയൊക്കെ സെഡ്. മനസ്സിലായത്? എ എവിടെയൊക്കെ വന്നാലും അവിടെയൊക്കെ സെഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എക്ക് കറസ്പോണ്ടിങ് എ ഈസ് ഈക്വൽ ടു സെഡ്, ഇത്രേ ഉള്ളൂ. 1-to-1 സബ്സ്റ്റിറ്റ്യൂഷൻ. അല്ലെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു കെ, അത് 1-to-1 സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എൻറ്റയർ പ്ലെയിൻ ടെക്സ്റ്റിലും ആ 1-to-1 സബ്സ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ വരുന്നതാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? മോണോ ആൽഫബറ്റിക് സൈഫർ എന്ന് വിളിക്കുന്നത്. എന്താണ് മോണോ ആൽഫബറ്റിക് സൈഫർ എന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ഈ മോണോ ആൽഫബറ്റിക് സൈഫറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആ ടൈപ്പ് ഓഫ് സൈഫറിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അനാലിസിസ് മെത്തേഡ് ഉണ്ട്. അത് നമ്മൾ വിളിക്കുന്നത് ഫ്രീക്വൻസി അനാലിസിസ് എന്നാണ്. ഫ്രീക്വൻസി അനാലിസിസ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു ഏതെങ്കിലും ഒരു പാരഗ്രാഫ്, ഇംഗ്ലീഷ് പാരഗ്രാഫ്, ഏതെങ്കിലും ഒരു എസ്സേയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റൈറ്റിങ്ങിൻ്റെ ഒരു പാരഗ്രാഫ് എടുത്താൽ, അല്ലെങ്കിൽ ഒരു പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ലെറ്റേഴ്സും കാണും, ആൽഫബറ്റ്സും കാണും, തീരെ കുറവ് ഉപയോഗിക്കുന്ന ലെറ്റേഴ്സും കാണും, ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ വൗവൽസ് AEIOU എന്നുള്ള വൗവൽസ്, അല്ലെങ്കിൽ ടി, നമ്മുടെ ടി, എച്ച്, ഇതൊക്കെ ഉപയോഗിക്കുന്ന അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ സെഡോ ഡബ്ല്യു ഉപയോഗിക്കുമോ? ഒരു പേജ് മൊത്തം നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുവാണെങ്കിൽ അതിൽ ഇയോ എയോ അല്ലെങ്കിൽ എൻ അല്ലെങ്കിൽ എച്ച് ഒക്കെ ഉപയോഗിക്കുന്ന അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ എക്സോ ഇസഡോ ഒക്കെ ഉപയോഗിക്കുമോ? ഇല്ല. വിച്ച് മീൻസ് പ്രോബബിലിറ്റി, ആ ലെറ്റേഴ്സ് ഫ്രീക്വൻ്റ് ആയിട്ട് വരാനുള്ള പ്രോബബിലിറ്റി കുറവാണ്. അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് എന്ന് കാണിച്ചേക്കുന്നതിനകത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സാധാരണ യൂഷ്വൽ കേസിൽ ഓരോ ലെറ്റേഴ്സും വരാൻ, അല്ലെങ്കിൽ ഓരോ ആൽഫബറ്റ്സും വരാൻ ചാൻസ് ഉള്ള ഫ്രീക്വൻസിയാണ് ഈ കാണിച്ചേക്കുന്നത്. അതായത് എ വരാനുള്ള ചാൻസ് 100 ലെറ്റർ എടുക്കുവാണെങ്കിൽ അതിൽ 8 ലെറ്റർ സാധാരണ ഇതിൽ ഹൈ ഫ്രീക്വൻസി 8 ലെറ്റർ വരെ ഏത് വന്നേക്കാം, അല്ലെങ്കിൽ എ ആയിരിക്കാം. ഒരു 12 ലെറ്റർ വരെ ഏതായിരിക്കും, ഇ ആയിരിക്കാം, അല്ലെങ്കിൽ ടി ഉണ്ട്. അതേസമയം സെഡ് എന്നൊക്കെ പറഞ്ഞാൽ 0.0074 സെഡൊക്കെ വരാനുള്ള പ്രോബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ്. എക്സ് വളരെ കുറവാണ്, ക്യൂ വളരെ കുറവാണ്, ജെ വളരെ കുറവാണ്. അതേസമയം ഇ ഭയങ്കര കൂടുതലാണ്, ടി ഭയങ്കര കൂടുതലാണ്, എ ഭയങ്കര കൂടുതലാണ്, അല്ലെങ്കിൽ എൽ. മനസ്സിലായി? ഓരോ ലെറ്റേഴ്സിനും ഇത് പെർഫെക്റ്റ്ലി ആക്യുറേറ്റ് എന്നല്ല പറയുന്നത്, ബട്ട് നമുക്കൊരു ഏകദേശ കണക്ക് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് വരുന്നതെന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു തേർഡ് പാർട്ടി നമ്മുടെ ഒരു ഇംഗ്ലീഷിലുള്ള ഒരു വലിയൊരു പ്ലെയിൻ ടെക്സ്റ്റ് നമ്മൾ സൈഫർ ടെക്സ്റ്റ് ആക്കി അയച്ചു. അയാൾ ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അയാൾക്കിത് ഏത് കീ ആണെന്ന് ഒന്നും അറിയില്ല. അപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യം, ഒരു വലിയ പ്ലെയിൻ ടെക്സ്റ്റ് ആണെങ്കിൽ 2-3 ആണെങ്കിൽ പേജൊക്കെ ഉള്ള പ്ലെയിൻ ടെക്സ്റ്റ് ആണ് സൈഫർ ടെക്സ്റ്റ് ആക്കി കിട്ടുന്നതെങ്കിൽ അതിനകത്ത് വരുന്ന ഓരോ ലെറ്ററിൻ്റെയും ഫ്രീക്വൻസി നോക്കാം.
നോക്കിയിട്ട് നോക്കുമ്പം അതിനകത്തൊരു എക്സ് എന്ന് പറയുന്ന ലെറ്ററിന് ഏകദേശം 12 ഫ്രീക്വൻസി വരുന്നുണ്ട്. വിച്ച് മീൻസ് സൈഫർ ടെക്സ്റ്റിലെ ആ എക്സ് ഏതായിരിക്കാം ശരിക്കും ഈ ആവാനുള്ള ചാൻസ് ഉണ്ട്. ശരിയാണോ? മനസ്സിലാവുന്നുണ്ടോ? ഈ ഫ്രീക്വൻസിയെ ബേസ് ചെയ്ത് നമുക്ക് സൈഫർ ടെക്സ്റ്റിലെ ലെറ്ററിനെ ഏതായിട്ട് കൺവേർട്ട് ചെയ്യാം? വേണമെങ്കിൽ ഏകദേശം ക്ലാരിറ്റിയോടുകൂടി ഏതായിട്ട് കൺവേർട്ട് ചെയ്യാം? പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു ലെറ്റർ സൈഫർ ടെക്സ്റ്റിലെ ഒരു ലെറ്റർ നോക്കിയപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ തീരെ കുറവാണ്, 0യുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന. അപ്പോൾ വേണമെങ്കിൽ അയാൾക്ക് മനസ്സിലാകാം ഒന്നുകിൽ അത് ജെ ആയിരിക്കാം, അല്ലെങ്കിൽ അത് ക്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ അത് എക്സോ സെഡോ ആയിരിക്കാം എന്ന് മനസ്സിലാക്കാം. ശരിയല്ലേ? ഇങ്ങനെ ഇത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ട് അനാലിസിസ് നടത്തി അയാൾക്ക് വേണമെങ്കിൽ ഈ ഫ്രീക്വൻസി അനാലിസിസ് ത്രൂ എന്ത് കണ്ടുപിടിക്കാം? കുറേ ലെറ്റേഴ്സിന് എന്ത് കണ്ടുപിടിക്കാം? സൈഫർ ടെക്സ്റ്റിൽ നിന്ന് പ്ലെയിൻ ടെക്സ്റ്റിലേക്ക് കണ്ടുപിടിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു 3 ലെറ്റഡ് വേർഡ് കിട്ടി. അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ടി ആണെന്ന് കണ്ടുപിടിച്ചു, ലാസ്റ്റ് ലെറ്റർ ഇ ആണെന്ന് കണ്ടുപിടിച്ചു. നടുക്കത്തെ ലെറ്റർ എന്തായിരിക്കും? ഒരു 3 ലെറ്റർ വേർഡ് കിട്ടി, അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ടിയും ലാസ്റ്റ് ലെറ്റർ ഇ ആണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ലെറ്റർ എന്താവാൻ ചാൻസ് ഉണ്ട്? എച്ച് ആവാൻ ചാൻസ് ഉണ്ടോ? THE ദി എന്നുള്ളതിൻ്റെ എച്ച് വരാൻ ചാൻസ് ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായ പിള്ളേരെ? മനസ്സിലാവുന്ന? അതുപോലെ തന്നെ ഒരു 4 ലെറ്റർ വേർഡാ. ആദ്യത്തെ 3 ലെറ്റർ WOR, 4 ലെറ്റർ വേർഡ് ഫസ്റ്റ് WOR, ഒരു ലെറ്റർ കൂടെ ഉള്ളൂ. എന്ത് വരാൻ ചാൻസ് ഉണ്ട്? ഡി വരാൻ ചാൻസ് ഇല്ലേ? വേർഡ് എന്നായിക്കൂടെ? അങ്ങനെ എല്ലാ ലെറ്ററിനെയും ഫ്രീക്വൻസി അനാലിസിസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അനാലിസിസ് വെച്ച് കുറേ ലെറ്റേഴ്സിനെ കണ്ടുപിടിച്ചതിന് ശേഷം ബാക്കി നമ്മുടെ യുക്തിയും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈഫർ ടെക്സ്റ്റിനെ ഒരു പരിധി വരെ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാം. മനസ്സിലായോ? അങ്ങനെ നമുക്ക് ഈ മോണോ ആൽഫബറ്റിക് സൈഫർ ആണെങ്കിൽ ഈ ഫ്രീക്വൻസി അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് പറ്റുന്നത്? ഒരു ലെറ്റർ നമ്മൾ ഇപ്പം എക്ക് പകരം എസഡ് ആണെങ്കിൽ എല്ലാ സ്ഥലത്തും ഇസഡ് തന്നെയാണ്. എവിടെയൊക്കെ പ്ലെയിൻ ടെക്സ്റ്റിൽ എവിടെയൊക്കെ എ ഉണ്ടായിരുന്നോ സൈഫർ ടെക്സ്റ്റിൽ അവിടെ എല്ലാം എന്തായിരിക്കും? സെഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഫ്രീക്വൻസി അനാലിസിസ് വർക്ക് ചെയ്യുന്നത്. അത് ഒഴിവാക്കണമെങ്കിൽ വാട്ട് ക്യാൻ വി ഡു ഈസ് വി ക്യാൻ ഗോ ഫോർ അനദർ ടൈപ്പ് ഓഫ് സൈഫർ വിച്ച് ഈസ് കോൾഡ് പോളി ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ അല്ലെങ്കിൽ പോളി ആൽഫബറ്റിക് സൈഫർ. മോണോ ആൽഫബറ്റിക്കിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് പോളി ആൽഫബറ്റിക് സൈഫർ. എന്തുവായിരിക്കാം? പോളി ആൽഫബറ്റിക്. മോണോ ആൽഫബറ്റിക് എന്ന് പറഞ്ഞാൽ 1 to 1 ആണെന്ന് പറഞ്ഞു. അപ്പോൾ പോളി എന്തുമായിരിക്കും? ഒരുപാടായിരിക്കും, അല്ലെങ്കിൽ 1 to many. അതിൽ നമ്മൾ സാധാരണ ഒരു അതിൻ്റെ അർത്ഥം നമ്മൾ പറയുമ്പം മോണോ എന്ന് പറഞ്ഞാൽ ഒന്നാണെങ്കിൽ പോളി എന്ന് പറഞ്ഞാൽ ഒരുപാട്. അപ്പം മോണോ ആൽഫബറ്റിക് 1 to 1 സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പോളി ആൽഫബറ്റിക് എന്തുമായിരിക്കും? 1 to many എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ആ പ്ലെയിൻ ടെക്സ്റ്റിൽ എക്ക് എല്ലാ സ്ഥലത്തും ഒരു സെയിം സാധനം വെച്ചായിരിക്കത്തില്ല റീപ്ലേസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു സെൻറ്റൻസ് നിങ്ങളിലുണ്ടെങ്കിൽ ആ സെൻറ്റൻസിൽ 5 ഇടത്ത് എ വരുന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് എക്ക് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് ബി വെച്ചാണെങ്കിൽ വേറൊരു സ്ഥലത്ത് എക്ക് തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് ചിലപ്പം എക്സ് വെച്ചിട്ടായിരിക്കും. വേറൊരു സ്ഥലത്ത് എ റീപ്ലേസ് ചെയ്യുന്നത് വൈ വെച്ചിട്ടായിരിക്കും. വേറൊരു സ്ഥലത്ത് എ റീപ്ലേസ് ചെയ്യുന്നത് സെഡ് വെച്ചിട്ടായിരിക്കും. അങ്ങനെ 5 ഇടത്തും 5 എണ്ണമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഫ്രീക്വൻസി അനാലിസിസ് വർക്ക് ചെയ്യുമോ? ഫ്രീക്വൻസി അനാലിസിസ് വർക്ക് ചെയ്യുമോ? ഇല്ല, ചെയ്യത്തില്ല. കാരണം എന്താ? 5 ഇടത്ത് എ ഉണ്ടായിരുന്നു പ്ലെയിൻ ടെക്സ്റ്റിൽ, പക്ഷേ സൈഫർ ടെക്സ്റ്റിൽ 5 ഇടത്തും എന്തുവാ? 5 ലെറ്റർ ഇല്ലയോ? 5 ഇടത്ത് എക്ക് പകരമുള്ള സെയിം ലെറ്റർ ആണോ ഉപയോഗിച്ചേ? അല്ല, 5 ഇടത്തും 5 ലെറ്ററാ. അപ്പോൾ എന്താ? ഫ്രീക്വൻസി അനാലിസിസ് വർക്ക് ചെയ്തില്ല. മനസ്സിലായോ? ഇതാണ് പോളി ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ. അതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്കൊരു ടേബിൾ കണ്ടോ? അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ആ ടേബിള് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ പരീക്ഷയ്ക്ക് ഇത് ടേബിൾ വരയ്ക്കൊന്നും വേണ്ട, ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിരിക്കുകയാണ്. അതൊരു മെട്രിക്സ് പോലെ എഴുതി വെച്ചേക്കുക. ABCD റോ ആയിട്ടും ABCDEFGZ വരെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കോളമായിട്ടും ABCD മുതൽ Z വരെ എഴുതിയിട്ടുണ്ട്. ഇതിനകത്തുള്ള ഓരോ ലൈനും കണ്ടോ? ഇത് എത്ര റോയും എത്ര കോളവും കാണും? 26 എണ്ണം ഇല്ലയോ? 26 ആൽഫബറ്റ്സ് അല്ലേ? അപ്പോൾ 26 കോളവും കാണും, 26 റോയും കാണും. ഇതിൽ ഓരോ റോയിലും നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ഫസ്റ്റ് റോയിൽ ABCDEFGH തൊട്ട് Z വരെ. രണ്ടാമത്തെ റോയിൽ നമ്മൾ ഒന്ന് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. തുടങ്ങുന്ന എവിടെ നിന്നായിരിക്കും? BCDEFG വന്നിട്ട് അവസാനം അപ്പോൾ എന്തോ വരും? ഇപ്പുറത്ത് നിന്ന് A എന്ത് വരും? ഇവിടെ വരും.
മൂന്നാമത്തെ എന്തുമായിരിക്കും? സി തുടങ്ങും, ഡി എഫ് ജി എച്ച് തൊട്ട് ബി എഴുതും, എയും ബി എവിടെ വരും? ഇപ്പുറത്ത് വരും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് അവസാനമാകുമ്പം എ തുടങ്ങുന്ന എവിടെ നിന്നായിരിക്കും? സെഡിൽ നിന്ന്. പിന്നെ എ ബി സി ഡി. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ഈ ടേബിൾ ഫോം ചെയ്തെന്ന് മനസ്സിലായോ? ആദ്യം എ ബി സി ഡി സെഡ് വരെ, പിന്നെ എ അപ്പുറത്ത് കൊണ്ടുവന്ന് ബി സി ഡി എഴുതി, അത് കഴിഞ്ഞ് എ ബി അപ്പുറത്ത് കൊണ്ടുവന്ന് സി ഡി ഇ എഴുതി. അങ്ങനെ ഫുള്ള് ഈ ഒരു മെട്രിക്സ് ഫോം ചെയ്തു. ഇത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ കോളമാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്, നമ്മുടെ റോയാണ് നമ്മുടെ കീ. കോളമായിട്ട് കാണിച്ചിരിക്കുന്നത് എ ബി സി ഡി ആണ് പ്ലെയിൻ ടെക്സ്റ്റ്, ഈ കോളമായിട്ട് കാണിച്ചേക്കുന്നതാണ് നമ്മുടെ കീ. ഇത്ര നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി എങ്ങനെയാണ് ഇതിനെ നമുക്ക് സൈഫർ അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ മേളിൽ എഴുതിയേക്കുന്ന ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ? കീയും പ്ലെയിൻ ടെക്സ്റ്റും സൈഫർ ടെക്സ്റ്റും വായിക്കാൻ പറ്റുന്നുണ്ടോ? മേളിൽ എഴുതിയേക്കുന്നേ ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ പോളി ആൽഫബറ്റിക് സൈഫർ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആദ്യം നമ്മളൊരു കീവേഡ് സെലക്ട് ചെയ്യും. നമ്മളൊരു കീവേഡ് സെലക്ട് ചെയ്യും. ഇവിടെ ഉപയോഗിക്കുന്ന കീവേഡ് എന്ന് പറയുന്നത് ഡിസെപ്റ്റീവ്. എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് എന്ത് വേർഡും ആവാം, എന്ത് ഇംഗ്ലീഷിലുള്ള എന്ത് വേർഡും ആവാം. ഇപ്പം നമ്മൾ തൽക്കാലത്തേക്ക് ഒരു എക്സാമ്പിളായിട്ട് ടെക്സ്റ്റിൽ നമ്മൾ അവർ കൊടുത്തേക്കുന്ന കീവേഡ് എന്ന് പറയുന്നത് ഡിസെപ്റ്റീവ് എന്ന് പറയുന്നതാണ് നമ്മുടെ കീവേഡ്. ഓക്കെ, നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യേണ്ട പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് വി ആർ ഡിസ്കവേർഡ് സേവ് യുവർ സെൽഫ്. ഇതാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും: എൻക്രിപ്റ്റ് ദ ഫോളോയിങ് മെസ്സേജ്, വി ആർ ഡിസ്കവേർഡ് സേവ് യുവർ സെൽഫ് യൂസിങ് പോളി ആൽഫബറ്റിക് സൈഫർ ആൻഡ് ദ കീവേഡ് ആസ് ഡിസെപ്റ്റീവ്. ഇതാണ് നമ്മുടെ ഉദ്ദേശം. എൻക്രിപ്റ്റ് ദ പ്ലെയിൻ ടെക്സ്റ്റ് ഏതാ? വി ആർ ഡിസ്കവേർഡ് സേവ് യുവർ സെൽഫ് യൂസിങ് പോളി ആൽഫബറ്റിക് സൈഫർ വിത്ത് ദ കീവേഡ് ആസ് ഡിസെപ്റ്റീവ്. ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. നമ്മൾ ഇതിനെ ആദ്യം എഴുതും. വി ആർ ഡിസ്കവേർഡ് സേവ് യുവർ സെൽഫിനെ നമ്മളിവിടെ എഴുതി. പ്ലെയിൻ ടെക്സ്റ്റ് വി ആർ ഡിസ്കവേർഡ് സേവ് യുവർ സെൽഫ് അടുപ്പിച്ച് അങ്ങോട്ട് എഴുതി. അതിനുശേഷം നമ്മുടെ കീവേഡിനെ റിപ്പീറ്റഡ്ലി എഴുതും. കീവേഡിനെ റിപ്പീറ്റ് ആയിട്ട് എഴുതും അണ്ടിൽ ഇതിൻ്റെ ലെങ്ത് ഓഫ് ദ കീ സെയിം ആസ് പ്ലെയിൻ ടെക്സ്റ്റ് ആവുന്നിടം വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതും. ഡിസെപ്റ്റീവ്. ഇനി ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ലെങ്ത് ഇത്തിരി കുറവാണെങ്കിൽ ഡിസെപ്റ്റീവ് മൊത്തം എഴുതാൻ പറ്റിയില്ലെങ്കിൽ എവിടെ വരെ പറ്റുന്ന അവിടെ വരെ എഴുതിയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? പ്ലെയിൻ ടെക്സ്റ്റ് ആദ്യം എഴുതി, അതിനുശേഷം നമ്മുടെ കീവേഡിനെ റിപ്പീറ്റ് ചെയ്ത് എഴുതി അണ്ടിൽ ദ കീയുടെ ലെങ്തും പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ലെങ്തും സെയിം ആവുന്നിടം വരെ എഴുതി. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കീയും നമുക്ക് കിട്ടി, പ്ലെയിൻ ടെക്സ്റ്റും കിട്ടി. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇവിടെ എത്ര കിടക്കുന്നേ? ആരെല്ലാം പറഞ്ഞേ. പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ എത്ര? എന്തുവാ? W. കീയുടെ ഫസ്റ്റ് ലെറ്റർ എന്തുവാ? ഡി. നമ്മൾ നേരെ ഈ എന്തുവാ ഇതിനകത്തോട്ട് പോകും. പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തുവാന്ന് പറഞ്ഞേ? W. കീയുടെ ഫസ്റ്റ് ലെറ്റർ എന്തുവാ? ഡി. അത് അപ്പോൾ ഡിയുടെ കോളവും റോയും ഡബ്ല്യുവിൻ്റെ എന്തുവാ കോളവും വരുന്ന നോക്കും. ഡിയുടേതും ഡബ്ല്യുവിൻ്റെതും സാധനം സെഡ്. നമ്മളിവിടെ എന്തോ എഴുതും? സൈഫർ ടെക്സ്റ്റിനകത്ത് എന്തോ എഴുതും? ഡബ്ല്യുവിന് പകരം എന്തോ എഴുതും? സെഡ്. മനസ്സിലായോ? രണ്ടാമത് നോക്കിയേ. പ്ലെയിൻ ടെക്സ്റ്റ് കീയും പ്ലെയിൻ ടെക്സ്റ്റ് കീയും എന്തോ ചെയ്യും? പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ എന്ന് പറയുന്ന കോളം, സൈഫർ ടെക്സ്റ്റിൻ്റെ എന്ന് പറയുന്ന റോയെ എത്ര? I. അപ്പം നമ്മൾ ഇതിനകത്ത് എന്തോ എഴുതും? സൈഫർ ടെക്സ്റ്റിൽ എന്തോ എഴുതും? I. മനസ്സിലായോ? അങ്ങനെ നമുക്ക് ഓരോന്നിലും എഴുതാം. ഇതിൻ്റെ ഗുണം എന്തുവാ? ഫോർ എക്സാമ്പിൾ ഈ ഒരു ഏറ്റവും ലാസ്റ്റ് ഫോർ എക്സാമ്പിൾ പറയുക, ഏറ്റവും ലാസ്റ്റ് ഇവിടെ ഒരു W ഉണ്ടായിരുന്നു വിചാരിക്കുക. പ്ലെയിൻ ടെക്സ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റിൽ ഒരു W ഉണ്ടായിരുന്നു വിചാരിക്കുക. അതിൻ്റെ കീ എന്തുവായിരിക്കും? ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ എഫിന് പകരം W ആയിരുന്നു വിചാരിക്കുക. അതിൻ്റെ കീ എന്തുവായിരിക്കും? അല്ല, ഇവിടെ ഫസ്റ്റ് വന്നപ്പോഴല്ലയോ കീ എന്ത് വന്നേ? ഡി വന്നേ. ഈ ലാസ്റ്റ് ഇപ്പോൾ എഫിന് പകരം W ആയിരുന്നെങ്കിൽ അതിൻ്റെ കീ എന്തുവായിരുന്നേനെ? എന്തുവായിരുന്നേനെ? ഇ അല്ലേ വരുന്നേ, ഡി അല്ലല്ലോ. ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്, മേളിൽ കിടക്കുന്നതാണ് നമ്മുടെ കീ. W ഫസ്റ്റ് ആദ്യത്തെ ലെറ്റർ ആയിട്ട് W വന്നപ്പോൾ അതിൻ്റെ കീ ആയിരുന്നു ഡി. അത് വെച്ച് നമ്മൾ സെഡ് കണ്ടുപിടിച്ചു. ഇനി അവസാനം ഈ ഒരു എഫിന് പകരം W ആയിരുന്നെങ്കിൽ അതിൻ്റെ കീ ഡി ആണോ? അല്ല, പകരം എന്തുവാ? ഇ അല്ലേ കിടക്കുന്നേ. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് Wയും സൈഫർ ടെക്സ്റ്റ് കീ ഇയും ആയിരുന്നെങ്കിൽ, പ്ലെയിൻ ടെക്സ്റ്റ് Wയും സൈഫർ ടെക്സ്റ്റ് ഇയും ആയിരുന്നെങ്കിൽ നമുക്ക് എന്തോ കിട്ടിയേനെ? സെഡിന് പകരം നമുക്ക് എന്തോ കിട്ടിയേനെ? എ കിട്ടിയേനെ. മനസ്സിലായോ?
എന്ന് പറഞ്ഞാൽ സെയിം പ്ലെയിൻ ടെക്സ്റ്റിലെ ലെറ്റർ ആണെങ്കിലും ഈ കീ മാറുന്നതനുസരിച്ച് സൈഫർ ടെക്സ്റ്റിൽ എന്താ വരും? മാറ്റം വരും. അതായത് ഇവിടെയും ഡബ്ല്യു ഉപയോഗിച്ചു, ഇവിടെയും ഡബ്ല്യു ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരിടത്ത് ഡി ആണ് കീ, ഒരിടത്ത് ഇ ആണ് കീ. അതുകൊണ്ട് തന്നെ സൈഫർ ടെക്സ്റ്റിൽ വരുന്ന എന്തുമായിരിക്കും? രണ്ടെണ്ണം ആയിരിക്കത്തില്ലേ? ആയിരിക്കുമോ? ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീക്വൻസി അനാലിസിസ് വർക്ക് ചെയ്യുമോ? ഇല്ല. കാരണം എന്താ? പ്ലെയിൻ ടെക്സ്റ്റിനകത്ത് ഇവിടെയും ഡബ്ല്യു, പക്ഷെ സൈഫർ ടെക്സ്റ്റിലോ ഇവിടെ സെഡും ഇവിടെ എയും ആ. അപ്പോൾ പിന്നെ എങ്ങനെ ഫ്രീക്വൻസി അനാലിസിസ് വർക്ക് ചെയ്യാൻ ഒരു വഴിയില്ല. മനസ്സിലായോ? ഇങ്ങനെയാണ് പോളി ആൽഫബറ്റിക് സൈഫർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ രീതി ചെയ്യുന്ന ഈ ഒരു ടേബിൾ ഉണ്ടാക്കി ചെയ്യുന്ന ഇതിന് നമ്മൾ വിളിക്കുന്ന ഈ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു പർട്ടിക്കുലർ പോളി ആൽഫബറ്റിക് സൈഫർ നമ്മൾ വേറൊരു പേരും വിളിക്കും, വിന്നിയർ സൈഫർ. ഒരു വിന്നിയർ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്രിപ്റ്റോഗ്രാഫിസ്റ്റ് ആയിരുന്നു. പുള്ളിയുടെ പേര് വിന്നിയർ എന്നായിരുന്നു. പുള്ളിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്, വിന്നിയർ സൈഫർ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോളി ആൽഫബറ്റിക് സൈഫർ ചോദിക്കുന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ വിന്നിയർ സൈഫർ എന്ന് ചോദിച്ചാലും ഈ ടേബിളിൻ്റെ കാര്യവും ഈ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ കീവേഡ് എടുക്കുക, കീവേഡിന് റിപ്പീറ്റേറ്റീവ് ആയിട്ട് കൊടുക്കുക, പ്ലെയിൻ ടെക്സ്റ്റ് അനുസരിച്ച് ഓരോ കീ അനുസരിച്ച് റോയും കോളം സെലക്ട് ചെയ്ത് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരു നമ്മുടെ സീസർ സൈഫറിൻ്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ്. മോണോ ആൽഫബറ്റിക് അല്ലെങ്കിൽ സീസർ സൈഫറിൻ്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ്. അത് കണ്ടുപിടിച്ച ആളാണ് വിന്നിയർ ആയതുകൊണ്ട് പുള്ളിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് കോൾഡ് വിന്നിയർ സൈഫർ. അപ്പോൾ അത് ചെയ്യുന്ന രീതി മനസ്സിലായോ? ആയല്ലോ. ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു സൈഫറിലേക്ക് പോകേണ്ടി വന്നതെന്ന് മനസ്സിലായോ? കാരണം മോണോ ആൽഫബറ്റിക് ആയിരുന്നെങ്കിൽ ആകെ 26 തവണ ട്രൈ ചെയ്ത് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ബ്രേക്ക് ചെയ്യാൻ പറ്റും? ആ മോണോ ആൽഫബറ്റിക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. ഇനി ഇരിക്കട്ടെ, നിങ്ങൾ ഇനി പഠിക്കേണ്ട കാര്യം അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ നമ്മളൊരു ചെറിയ കീവേഡ് എടുത്തിട്ട് ആ കീവേഡിനെ റിപ്പീറ്റ് ചെയ്ത് സെയിം ലെങ്ത് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് ആക്കിയിട്ടല്ലേ കീ കണ്ടുപിടിച്ചേ? ശരിയല്ലേ? അതിനെ കുറച്ചും കൂടെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ ചെയ്യുന്നത് വെച്ചാൽ റിപ്പീറ്റായിട്ട് കീവേഡ് ഉപയോഗിക്കാതെ ഈ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ സെയിം ലെങ്തിലുള്ള ഒരു കീ തന്നെ പുതിയതായിട്ട് റാൻഡമായിട്ടുള്ളൊരു കീ തന്നെ ഓരോ തവണയും ഉപയോഗിക്കുക എന്നുള്ളൊരു മെത്തേഡും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് കുറേ കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. കോംപ്ലിക്കേറ്റഡ് ഇൻ ദ മീൻസ് ദാറ്റ് നമുക്ക് ഓരോ തവണയും ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് 2 പാരഗ്രാഫ് ആണെങ്കിൽ നിങ്ങളുടെ കീയും എത്ര ലെങ്ത് ഉള്ളതായിരിക്കണം? പ്ലെയിൻ ടെക്സ്റ്റ് 2 വലിയ പാരഗ്രാഫ് ആണെങ്കിൽ നിങ്ങളുടെ കീയുടെ ലെങ്ത് എത്ര ആയിരിക്കണം? 2 വലിയ പാരഗ്രാഫ് ആയിരിക്കണ്ടേ? അപ്പോൾ എപ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് 2 വലിയ പാരഗ്രാഫിൻ്റെ കീ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? റാൻഡമായിട്ടുള്ള കീ ഉണ്ടാക്കുന്നത് എളുപ്പമാണോ? അല്ല. അപ്പം അതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു രീതിയിൽ, അതായത് ഇതിനെ റിപ്പീറ്റേറ്റീവായിട്ട് ഉപയോഗിക്കാതെ വീണ്ടും സെയിം കീ തന്നെ റിപ്പീറ്റ് ചെയ്ത് റെഡിയാക്കാതെ നമുക്കൊരു ഓട്ടോ കീ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പുതിയ കീയെ ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓരോ തവണയും ഈ സെയിം ലെങ്തുള്ള കീയെ ജനറേറ്റ് ചെയ്ത് ചെയ്യാം. നിങ്ങൾ പഠിക്കേണ്ട, അറിഞ്ഞിരുന്നാൽ മതി. അതാണ് നമുക്കൊരു ഓപ്ഷൻ ഉള്ളത്, ഓട്ടോ കീ സിസ്റ്റം. അതായത് പോളി ആൽഫബറ്റിക് സൈഫറിന് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഓട്ടോ കീ സിസ്റ്റം. അത് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്, ബിക്കോസ് ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് വെൻ കമ്പയർഡ് ടു നോർമൽ വിന്നിയർ സൈഫർ. അങ്ങനെ ഈ ഒരു ഓട്ടോ കീ സിസ്റ്റം എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിച്ചത് ഒരു ഗിൽബർട്ട് വെർണം എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്, അല്ലെങ്കിൽ മാത്തമാറ്റീഷ്യനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രീതിയിലുള്ള ഓട്ടോ കീ സിസ്റ്റം ഉപയോഗിച്ച് റിപ്പീറ്റഡ് ആയിട്ടല്ലാതെ ഓട്ടോ കീ സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുന്ന സാധനത്തിനെ നമ്മൾ വേറൊരു പേര് വിളിക്കാറുണ്ട്, വെർണം സൈഫർ. അതിന് വിളിക്കുന്ന പേരെന്ന് പറയുന്നത് വെർണം സൈഫർ. അയാൾ ചെയ്ത വേറൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെടുത്ത കീവേഡില്ലേ, ആ കീവേഡിനെ ആദ്യം എഴുതും. ആ കീവേഡിന് ശേഷം നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ തന്നെ എഴുതും. വലിയ കീ ഉണ്ടാക്കുന്നതിന് എളുപ്പവഴിക്ക് വേണ്ടി അയാൾ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ കീവേഡിനെ ആദ്യം എഴുതും, ഡിസെപ്റ്റീവ്. അതിനുശേഷം നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ തന്നെ വീണ്ടും എഴുതും. എന്തുവാ? വി ആർ ഡിസ്കവേർഡ് സേവ്. അപ്പോൾ സേവ് യുവർ സെൽഫ് മൊത്തം എഴുതാനില്ലാത്തതുകൊണ്ട് SAV വരെ. മനസ്സിലായോ? ഇങ്ങനെ കീ കണ്ടുപിടിക്കുന്ന മെത്തേഡിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഓട്ടോ കീ സിസ്റ്റം. അത് കണ്ടുപിടിച്ച ആളാണ് ഗിൽബർട്ട് വെർണം. സോ ഈ ടൈപ്പ് ഓഫ് പോളി ആൽഫബറ്റിക് സൈഫർ നമ്മൾ എന്ത് പേര് വിളിക്കാറുണ്ട്? വെർണം സൈഫർ എന്ന് വിളിക്കാറുണ്ട്. മനസ്സിലായോ? ആയോ?
അപ്പോൾ ഞാൻ നമ്മുടെ മോണോ ആൽഫബറ്റിക് സൈഫർ പറഞ്ഞു. ആ മോണോ ആൽഫബറ്റിക്കിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പോളി ആൽഫബറ്റിക് കൊണ്ടുവന്നു. പോളി ആൽഫബറ്റിക്കിൻ്റെ ആ കീ കൊണ്ടുവരുന്ന പരിപാടി എനേബിൾ ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുത്തത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ വിന്നിയർ എന്ന് പറഞ്ഞ സൈഫർ ആയതുകൊണ്ട് അതിന് നമ്മൾ വിന്നിയർ സൈഫർ എന്ന് വിളിച്ചു. അതിനകത്തുള്ള കീ നമ്മൾ റിപ്പീറ്റായിട്ട് കൊടുക്കാതെ കീ ആദ്യവും അതിനുശേഷം നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് തന്നെ കൊടുത്ത് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ കൺകാറ്റിനേറ്റ് ചെയ്ത് ഒരു കീവേഡ് ഉണ്ടാക്കുന്ന രീതി കണ്ടുപിടിച്ച് ഒരു ഓട്ടോ കീ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത ആളാണ് നമ്മുടെ വെർണം. അതുകൊണ്ട് അതിനെ ആ മോഡിഫൈഡ് സാധനത്തിന് നമ്മൾ എന്ത് പേര് വിളിക്കാറുണ്ട്? വെർണം സൈഫർ എന്നും വിളിക്കാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻസും അതായത് നമ്മുടെ സൈഫർ ടെക്സ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? പ്ലെയിൻ ടെക്സ്റ്റും അതുപോലെ തന്നെ കീയും കൂടെ എക്സോർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മൾ അറിയാവുന്ന കാര്യം തന്നെ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം പരീക്ഷയ്ക്ക് ചിലപ്പം മോണോ ആൽഫബറ്റിക് പോളി ആൽഫബറ്റിക് തന്നെ ചോദിക്കാതെ അല്ലെങ്കിൽ വെർണം സൈഫർ എന്നോ അല്ലെങ്കിൽ വിന്നിയർ സൈഫർ എന്ന് ചോദിച്ചാലും നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് വരരുത്. അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. മനസ്സിലായോ? ആയോ? ശരി. ഇനി ഒരു സൈഫർ എൻക്രിപ്ഷൻ മെത്തേഡിലൂടെ പഠിപ്പിച്ചിട്ട് ഞാൻ നിങ്ങളെ വിട്ടേക്കാം. പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്ക് ചെയ്യിപ്പിച്ചേ പറ്റുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞത്. ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്ലേ ഫെയർ സൈഫർ. നമ്മൾ അതിന് വിളിക്കുന്ന പേരെന്ന് പറയുന്നത് പ്ലേ ഫെയർ സൈഫറാണ്. അത് ഞാനൊന്ന് എഴുതി കാണിച്ചെങ്കിൽ നിങ്ങളെ പറ്റുള്ളൂ. ഞാൻ ഒരു വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഒരു വൈറ്റ് ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? വെള്ള സാധനം. ശരി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഈ പ്ലേ ഫെയർ സൈഫർ വർക്ക് ചെയ്യുന്നത് ഒരു മെട്രിക്സ് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു 5x5 മെട്രിക്സ്. നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ഒരു 5x5 ഇത് ഞാൻ ഇതിനകത്ത് വരയ്ക്കുന്നതുകൊണ്ട് കറക്റ്റ് എന്താ പറയണേ എന്തുവാ സ്ക്വയറോ മെട്രിക്സ് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും നിങ്ങൾ മനസ്സിലാകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 5x5 2 3 4 5 റോയും 1 2 3 4 5 5x5 ഇല്ലേ? 5 ഇല്ലയോ? 1 2 3 5 5x5 മെട്രിക്സ്. ഇതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓക്കെ റെഡി. അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. encrypt, for example, education using Playfair cipher and for example നമ്മുടെ ഇതിനകത്തുള്ള ഒരു മിനിറ്റ് ഓക്കെ ആൻഡ് നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള ഒരു ഇത് തന്നെ പറയാം. ഒരു എന്താ പറയുന്നത് എക്സാമ്പിൾ കീ തന്നെ പറയാം. വേറെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. എൻക്രിപ്റ്റ് ദ വേർഡ് എഡ്യൂക്കേഷൻ യൂസിങ് പ്ലേഫെയർ സൈഫർ ആൻഡ് മൊണാർക്കി ആസ് കീ. മൊണാർക്കി എന്നുള്ള കീവേഡ് ഞാൻ സെലക്ട് ചെയ്യാൻ ഇതാണ് കീവേഡ്. ഈ മൊണാർക്കി എന്നുള്ളതാണ് കീവേഡ്. ഈ മൊണാർക്കി എന്നുള്ള കീവേഡ് ഞാൻ സെലക്ട് ചെയ്യാൻ റീസൺ വേറൊന്നുമില്ല. അതായത് നിങ്ങളുടെ എന്താ പറയുന്നത് ടെക്സ്റ്റിനകത്ത് അതൊരു എഡ്യൂക്കേഷൻ ഒന്നുമല്ല, കീവേഡ് ഞാൻ മൊണാർക്കി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. നമുക്ക് ഇംഗ്ലീഷിൽ 26 ആൽഫബറ്റ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതായത് നമുക്ക് എന്താണോ നമുക്ക് കീവേഡ് തരുന്നത്, ഈ കേസിൽ മൊണാർക്കി എന്താണോ ആദ്യം നമ്മളൊരു 5x5 മെട്രിക്സ് വരയ്ക്കുക. അതിനുശേഷം എന്താണോ നമുക്ക് കീവേഡ് തരുന്നത് ആ കീവേഡിനെ ഈ മെട്രിക്സിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്ന് എഴുതി തുടങ്ങുക. അപ്പോൾ ആദ്യം MONARCHY നമുക്ക് എന്താണോ നമ്മൾ തുടങ്ങുന്ന കീ അത് എന്ത് തന്നെ ആയിരുന്നാലും അതിപ്പോൾ എത്ര വലുതായാലും എത്ര എഴുതായാലും അതിനെ നമ്മൾ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്ന് ഓരോ ലെറ്ററായിട്ട് ഓരോ കോളത്തിലോട്ട് എഴുതുക. എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, റിപ്പീറ്റ് ചെയ്ത് വരരുത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കീവേഡിനകത്ത് ഇപ്പോൾ 2 O ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു തവണ എഴുതത്തുള്ളൂ. 2 M ഉണ്ടായിരുന്നെങ്കിലോ 2 A ഉണ്ടായിരുന്നെങ്കിലും എന്തായാലും അത് ഒരു തവണ എഴുതുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ I വരുവാണെങ്കിൽ ഐയും ജെയും നമ്മൾ ഒറ്റ കോളത്തിൽ എഴുതുന്നത്.
ഇതും ഐയുടെ കേസിൽ മാത്രം, ഐയുടെയും ജെയുടെയും കേസിൽ മാത്രമാണ് ഐയും ജെയും നമ്മൾ എഴുതുന്നത് I/J എന്ന് പറഞ്ഞ് ഒറ്റ കോളത്തിൽ എഴുതും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം 26 ലെറ്റർ നമുക്കുണ്ട്. എത്ര കോളമേ ഉള്ളൂ? എത്ര കോളമേ ഉള്ളൂ? നമ്മൾ 5/5 അല്ലേ ചെയ്തേ? അപ്പം എത്ര കോളമേ ഉള്ളൂ? 25 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരെണ്ണം എക്സ്ട്രാ വരും. അതുകൊണ്ട് ഐയും ജെയും നമ്മൾ എപ്പോഴും ഒരുമിച്ച് എഴുതും. അപ്പോൾ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട എത്രയേ ഉള്ളൂ? ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ എഴുതണം. ലെറ്റേഴ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് ഒന്നും റിപ്പീറ്റായി വരാൻ പാടില്ല. അത് മാത്രമല്ല ഐയും ജെയും വരുവാണെങ്കിൽ ഒരുമിച്ച് എഴുതണം. ഇത് എഴുതിയതിന് ശേഷം ബാക്കിയുള്ള കോളത്തിൽ ബാക്കിയുള്ള ആൽഫബറ്റ്സ് ആ ഓർഡറിൽ എഴുതുക, ആൽഫബറ്റ്സിൻ്റെ ഓർഡറിൽ. ഇതിന് ശേഷം ബാക്കിയുള്ള കോളത്തിൽ ബാക്കിയുള്ള ആൽഫബറ്റ്സ് ഈ ഓർഡറിൽ എഴുതുക, നമ്മുടെ ശരിക്കുമുള്ള ഓർഡറിൽ. അതായത് ഇപ്പം നോക്കുമ്പോൾ എ ഓൾറെഡി ഇവിടെ വന്നു. ബി കീവേഡിനകത്തുണ്ടോ? ബി കീവേഡിനകത്തുണ്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് എഴുതണം? ബി. സി കീവേഡിനകത്തുണ്ടോ? ഉണ്ട്. അപ്പോൾ അതിന് എഴുതണ്ട. ഡി ഉണ്ടോ? ഡി. ഇ ഉണ്ടോ? എഫ്. ഒരു മിനിറ്റ്, അത് ക്ലിയർ ആയില്ല. എഫ് ഉണ്ടോ? ജി. എച്ച് ഉണ്ട്. അപ്പൊ ഞാൻ എഴുതണ്ടല്ലോ. ഐ ഉണ്ടോ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഐ മാത്രം എഴുതിയാൽ പോരാ, I/J. കെ ഉണ്ടോ? ഇല്ല. എൽ. എം ഉണ്ട്. എഴുതണ്ട. എൻ ഉണ്ടോ? ഓ ഉണ്ടല്ലോ. പി. ക്യൂ ഉണ്ടോ? ആർ. എസ് ഇല്ലായിരുന്നു. ടി ഉണ്ടോ? ഇല്ല. യു. വി. ഡബ്ല്യു. എക്സ്. ഇല്ല. വൈ. ഉണ്ട്. സെഡ്. ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ മൊത്തം 25 എണ്ണം ഫില്ലായല്ലോ. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് കീ മെട്രിക്സ്. മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു കീ വേർഡ് ഉണ്ടായിരുന്നു. ആ കീവേഡ് എന്തായിരുന്നു? മൊണാർക്കി ആയിരുന്നു. ആ കീവേഡ് ഉപയോഗിച്ച് നമ്മളൊരു 5/5 എന്തോ ഉണ്ടാക്കി? കീ മെട്രിക്സ് ഉണ്ടാക്കി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കീ മെട്രിക്സ് ഉണ്ടാക്കി. ഇനി കീ മെട്രിക്സ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ. ഇനിയാണ് നമ്മൾ നമ്മുടെ എൻക്രിപ്ഷനിലേക്ക് കടക്കുന്നത്. നമ്മുടെ വേർഡ് എന്തുവാണ്? എഡ്യൂക്കേഷൻ. ആ വേർഡിനെ രണ്ടെണ്ണം ആൽഫബറ്റ്സ് വീതമുള്ള പെയറാക്കി സ്പ്ലിറ്റ് ചെയ്യുക. രണ്ടെണ്ണമുള്ള പെയറാക്കി സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പെയർ എന്തുമായിരിക്കും? ED. രണ്ടാമത്തെ എന്തുമായിരിക്കും? UC. അടുത്തത് എന്തുമായിരിക്കും? AT. അടുത്തത് IO. ലാസ്റ്റ് ലൈൻ ഒന്നുമില്ല. അതെന്ത് ചെയ്യണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം സ്പ്ലിറ്റ് ചെയ്തു. ED, UC, AT, IO, N ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴെങ്കിലും നമുക്കൊരു ലെറ്ററിനകത്ത് ലാസ്റ്റ് വരുമ്പോൾ ഒരെണ്ണം മാത്രമായിട്ട് കിടക്കുകയോ അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾ പെയറായിട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടും സെയിം ലെറ്റർ വരികയോ ചെയ്യുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ പെയർ ചെയ്തപ്പം രണ്ടിടത്തും നിങ്ങൾക്ക് O എന്നാവുന്നതെന്ന് വിചാരിച്ചോളുക. രണ്ടും സെയിം ലെറ്റർ അല്ലേ? മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ പെയർ ആക്കുമ്പോൾ സെയിം ലെറ്റർ വരികയോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ മറ്റേ ലാസ്റ്റിലത്തെ ലെറ്റർ സിംഗിളായിട്ട് വരികയോ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ ലെറ്റേഴ്സ് ആഡ് ചെയ്യാം. യൂഷ്വലി നമ്മൾ ആഡ് ചെയ്യുന്നത് എക്സ് ആണ്. ദേ ആർ കോൾഡ് ഫില്ലർ ലെറ്റേഴ്സ്. മനസ്സിലായോ? ലാസ്റ്റിലെ ലെറ്റർ സിംഗിളായിട്ട് വരികയോ അല്ലെങ്കിൽ രണ്ട് ലെറ്റർ നമ്മൾ പെയർ ആക്കിയപ്പോൾ രണ്ടും സെയിം ആയിട്ട് കിടക്കുകയോ ചെയ്യുവാണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സാണ് നമ്മൾ ഫില്ലർ ലെറ്റർ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ് ആണ്. ഈ കേസിൽ സെയിം ലെറ്റർ ഉള്ള ഒന്നുമില്ല, പക്ഷെ ലാസ്റ്റിൽ അതിന്
ഒറ്റ ഒരെണ്ണേ ഉള്ളൂ പെയർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ എന്തോ ആഡ് ചെയ്തു ഒരു എക്സ് ആഡ് ചെയ്തു സോ ദാറ്റ് വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ പെയർ. അത് നമ്മൾ വിളിച്ച പേരെന്തുവാണ്? ഫില്ലർ ലെറ്റർ. മനസ്സിലായോ? ഇ ഡി യു സി എ ടി ഐ ഒ എൻ എന്നിൻ്റെ കൂടെ എക്സ് കൂടെ ചേർത്ത് ഫില്ലർ ലെറ്റർ. എന്നിട്ട് ഇനി ഓരോ പെയറായിട്ടാണ് നമ്മൾ എടുത്തിട്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. സിമ്പിളാണ്. 3 റൂളേ ഉള്ളൂ. ആ റൂള് വെച്ച് നിങ്ങൾക്ക് എന്തും എൻക്രിപ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് പെയർ എടുക്കുക. ഫസ്റ്റ് പെയറിൻ്റെ അകത്ത് എന്തൊക്കെയുള്ള ഇയും ഡിയും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വെദർ ദേ ബോത്ത് ആർ ഇൻ സെയിം റോ. ഈ മെട്രിക്സിനകത്താണ് ഈ രണ്ട് പേരുള്ള രണ്ട് ലെറ്ററും വെദർ ദേ ആർ ഇൻ സെയിം റോ ആണോ? ഇയും ഡിയും സെയിം റോയിലാണോ? ഇ ഇവിടെ ഡി ഇവിടെ, ഇ ഇവിടെ ഡി ഇവിടെ സെയിം റോയിലാണോ? അല്ല. അടുത്തത് നോക്കേണ്ടത് വെദർ ദേ ആർ ഇൻ സെയിം കോളം. സെയിം കോളത്തിലാണോ? അല്ല. അത് രണ്ടും അല്ലെങ്കിൽ മൂന്നാമത്തെ കേസ്. 3 റൂളുകളിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതാണ് രണ്ടും സെയിം റോ ആണോന്ന്. രണ്ടാമത് നോക്കേണ്ടത് രണ്ടും സെയിം കോളം ആണോന്ന്. അത് രണ്ടും അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഫസ്റ്റ് ലെറ്ററിൻ്റെ റോയും സെക്കൻഡ് ലെറ്ററിൻ്റെ കോളം കൂടെ ചേർന്ന് വരുന്ന ലെറ്റർ ഏതാണെന്ന് നോക്കുക. ഫസ്റ്റ് ലെറ്ററിൻ്റെ റോയും സെക്കൻഡ് ലെറ്ററിൻ്റെ കോളവും കൂടെ ചേർന്ന് വരുന്ന ലെറ്റർ ഏതാ? ഫസ്റ്റ് ലെറ്റർ ഇയുടെ റോയ്ക്കകത്ത് വരുന്ന കെയും അതിൻ്റെ ഡിയുടെ കോളത്തിൽ വരുന്നത് എന്തുവാ? കെ അല്ലേ? കെ ആണോ? ഇക്ക് പകരം നമ്മൾ എന്തോ വെച്ച് റീപ്ലേസ് ചെയ്യും? കെ. മനസ്സിലായോ? ഇനി ഡിയുടെ കണ്ടുപിടിക്കാൻ വേണ്ടി ഡിയുടെ റോയും ഇയുടെ കോളവും ഏത് ലെറ്ററാ? ഡിയുടെ റോയും ഇയുടെ കോളവും ഏത് ലെറ്ററാ? സി. അപ്പൊ നമ്മൾ ഡിക്ക് പകരം സി എഴുതി. അപ്പൊ എന്താ പറ്റി? ഇ ഡി എന്ന് പറഞ്ഞ എന്തുവായി മാറി? ഇ ഡിക്ക് പകരം എന്തുവായി മാറി? കേസ്. ഇനി അടുത്ത യു സി ഒന്ന് നോക്കിക്കേ. യു സി ഈ പറഞ്ഞ പോലെ തന്നെ യു എന്ത് ചെയ്യേ? യു ഇവിടെ, സി എന്ത് ചെയ്യേ? സി. ഫസ്റ്റ് റൂൾ രണ്ടും സെയിം റോ ആണോ? രണ്ടും സെയിം റോ അല്ല. രണ്ടും സെയിം കോളം ആണോ? ആണോ? അങ്ങനെ ആണെങ്കിൽ രണ്ടും സെയിം കോളം ആണെങ്കിൽ ഓരോ ലെറ്ററിനെയും അതിൻ്റെ തൊട്ട് താഴത്തെ ലെറ്റർ വെച്ച് റീപ്ലേസ് ചെയ്യുക. ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും, അതായത് റാപ്പ് അറൗണ്ട് ചെയ്യുകയും ചെയ്യും. ഓരോ ലെറ്ററിനെയും അതിൻ്റെ തൊട്ട് താഴത്തെ ലെറ്റർ വെച്ച് റീപ്ലേസ് ചെയ്യുക. യുവിൻ്റെ തൊട്ട് താഴത്തെ ലെറ്റർ ഏതാ? റാപ്പ് അറൗണ്ട് ചെയ്യുവേ. അപ്പോൾ യുവിൻ്റെ തൊട്ട് താഴത്തെ ലെറ്റർ ഏതാ? എം. അപ്പോൾ യുവിന് പകരം നമ്മൾ എന്താ വെച്ച് റീപ്ലേസ് ചെയ്യും? എം. സിയുടെ തൊട്ട് താഴത്തെ ഏതാ? നമ്മൾ സിയെ എന്താ വെച്ച് റീപ്ലേസ് ചെയ്യും? മനസ്സിലായോ? അപ്പൊ യു സി എന്തുവായി മാറി? യു സി വരുന്നത് എം. അടുത്ത ഇതുപോലെ തന്നെ നോക്കാം. എ ടി. എ എന്ത് ചെയ്യേ? എ ഇവിടെ, ടി എന്ത് ചെയ്യേ? ടി 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 ഇവിടെ. രണ്ടും സെയിം റോ ആണോ? സെയിം കോളം ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എയുടെ കണ്ടുപിടിക്കാൻ വേണ്ടി എയുടെ റോയും ടിയുടെ കോളവും ഏതാ? എയുടെ റോ ടിയുടെ കോളം 6. ടിയുടെ കേസിലോ? ടിയുടെ റോ എയുടെ കോളം, യെസ്. മനസ്സിലായോ? ഇനി അടുത്തത് അയ്യോ. ഐ എന്ത് ചെയ്യേ? ഐ ഇവിടെ. ഓ എന്ത് ചെയ്യേ? ഓ ഇവിടെ. സെയിം റോ അല്ലല്ലോ, ആണോ? സെയിം കോളം ആണോ? അല്ല. എന്തോ ചെയ്യണ്ടേ? ഐയുടെ റോ ഓയുടെ കോളം എന്തുവാ? എഫ്. ഓയുടെ കേസിലോ? ഓയുടെ റോ ഐയുടെ കോളം. ഇനി എൻ എക്സ്. എൻ എന്ത് ചെയ്യേ? എൻ ഇവിടെ, എക്സ് ഇവിടെ. സെയിം റോയും അല്ല സെയിം കോളവും അല്ല. അപ്പം എന്തോ വേണം? നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ റോ എക്സിൻ്റെ കോളം ഏതാ? എ. അടുത്തത് എന്തായിരുന്നു? എക്സിൻ്റെ റോ എന്നിൻ്റെ കോളം ഡബ്ല്യു. മനസ്സിലായോ? അപ്പോൾ ഇ ഡി യു സി എ ടി ഐ ഒ എന്നിന് പകരം എന്ത് വന്നു? കെ സി എം ഇ ആർ എസ് എഫ് എ ഡബ്ല്യു.
ഇത് കണ്ടു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്താണെന്ന് മനസ്സിലാവുമോ? മനസ്സിലാവുമോ? ഇല്ല. ഇതാണ് നമ്മുടെ പ്ലേ ഫെയർ സൈഫർ. ഇനി നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ കാണിച്ചപ്പോൾ 2 റൂളെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അതായത് കോളം സെയിം റോയും അല്ല, സെയിം കോളം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള റൂളും കാണിച്ചു തരാൻ പറ്റി, സെയിം കോളം ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള റൂളും കാണിച്ചു തരാൻ പറ്റി, സെയിം റോ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള റൂൾ കാണിച്ചു തരാൻ പറ്റില്ല. അതിന് ഞാൻ ഒരു കാര്യം ചെയ്യാം, വേറൊരു പെയറൂടെ എഴുതാം. ഫോർ എക്സാമ്പിൾ എനിക്ക് എൻക്രിപ്റ്റ് ചെയ്യേണ്ട പെയർ എന്ന് പറയുന്നത് പി എസിനെയാണ് എനിക്ക് എൻക്രിപ്റ്റ് ചെയ്യേണ്ടിയിരുന്നതെന്ന് വിചാരിക്കുക. പി എസിനെയാണ് എനിക്ക്, അതായത് പി ഇവിടെ എസ് ഇവിടെ, രണ്ടും സെയിം റോ, ഇതിനെയാണ് എനിക്ക് എൻക്രിപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. ആണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മൾ രണ്ടും സെയിം കോളം വന്നപ്പോൾ എന്തോ ചെയ്തേ, രണ്ടും സെയിം കോളം തൊട്ട് താഴത്തെ വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ രണ്ടും സെയിം റോ വെച്ച് കഴിഞ്ഞാൽ, റോ വന്നു കഴിഞ്ഞാൽ തൊട്ട് റൈറ്റ് സൈഡിലെ വെച്ച് റീപ്ലേസ് ചെയ്യും, ഇവിടെയും റാപ്പ് അറൗണ്ട് ചെയ്യും. തൊട്ട് റൈറ്റ് സൈഡിലെ വെച്ച് റീപ്ലേസ് ചെയ്യും, റാപ്പ് അറൗണ്ട് ചെയ്യും. അപ്പോൾ പിക്ക് വരെ എന്ത് വരും? ക്യൂ വരും. എസിന് വരെ എന്ത് വരും? ടി ആണ്. ഫോർ എക്സാമ്പിൾ ടി ആയിരുന്നെങ്കിൽ എന്താ വന്നേനെ? എൽ വന്നേനെ. മനസ്സിലായോ? അപ്പം 3 റൂൾ നോക്കിയാൽ മതി. സെയിം റോ ആണെങ്കിൽ തൊട്ട് റൈറ്റ് സൈഡിൽ വെച്ച് റീപ്ലേസ് ചെയ്യും, റാപ്പ് അറൗണ്ട് ചെയ്യും. സെയിം കോളം ആണെങ്കിൽ തൊട്ട് ബിലോ ബോട്ടമിലുള്ളതിനെ വെച്ച് റീപ്ലേസ് ചെയ്യും, റാപ്പ് അറൗണ്ട് ചെയ്യും. സെയിം റോയും അല്ല, സെയിം കോളവും അല്ലെങ്കിൽ എന്തോ ചെയ്യും, ഏത് ലെറ്റർ ആണോ നിങ്ങൾ മാറ്റാൻ നോക്കുന്നത് അതിൻ്റെ റോയും മറ്റേ ലെറ്ററിൻ്റെ കോളവും കൂടെ മീറ്റ് ചെയ്തതാണോ അത് വെച്ച് റീപ്ലേസ് ചെയ്യും. മനസ്സിലായോ? ആയ പിള്ളേരെ, ഇതാണ് പ്ലേ ഫെയർ. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, എല്ലാ തവണയും ചോദിക്കുന്നത്, 6 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. അതായത് അവരിതുപോലൊരു നമുക്കൊരു പ്ലെയിൻ ടെക്സ്റ്റ് തരും, നമുക്കൊരു കീ തരും. അപ്പോൾ ആദ്യം ആ കീ ഉപയോഗിച്ച് നമ്മൾ എന്ത് ഫോം ചെയ്യണം? കീ മെട്രിക്സ് ഫോം ചെയ്യണം. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നുള്ള ഡൗട്ട് വല്ലതും ഉണ്ടോ? കീ മെട്രിക്സ് ഫോം ചെയ്യണം. അതിനുശേഷം നമ്മുടെ കീ വേർഡിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 2 ലെറ്റേഴ്സ് വീതമുള്ള പെയേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സ്പ്ലിറ്റ് ചെയ്യുന്ന വഴിക്ക് നമുക്ക് എവിടെയെങ്കിലും 2 ലെറ്റർ സെയിം ആയിട്ട് വരികയോ അല്ലെങ്കിൽ ലാസ്റ്റ് ലെറ്റർ സിംഗിളായിട്ട് വരികയോ ചെയ്യുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ലെറ്റേഴ്സ് ആഡ് ചെയ്ത് അതിന് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ? ഇപ്പം ഇത് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യം കാണിച്ചില്ല. ഇപ്പം 0 OO ആ കിടന്നിരുന്നെങ്കിൽ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? O കഴിഞ്ഞ് ഒരു എക്സ് കൊടുക്കാം, എക്സ് കഴിഞ്ഞ് ഒരു O കൊടുക്കാം, കൊടുത്തൂടെ? മനസ്സിലായോ? OO എന്നുള്ളതിൻ്റെ നടുക്ക് ഈ O കഴിഞ്ഞ് ഒരു എക്സ് കൊടുത്തു, ഈ ഓയ്ക്ക് മുമ്പ് ഒരു എക്സ് കൊടുത്തു. അപ്പോൾ എന്താ 2 പേരായില്ലേ? OXും XOയും. മനസ്സിലായോ? സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പിന്നെ അതിനുശേഷം ഓരോന്നിനെയും ഈ 3 റൂൾ പ്രകാരം നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് ആക്കുക. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ശരി. അപ്പോൾ നമ്മൾ ഇന്ന് മോണോ ആൽഫബറ്റിക് പഠിച്ചു, അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചു, അതിൻ്റെ അതിൻ്റെ പോളി ആൽഫബറ്റിക് പഠിച്ചു. അത് നമ്മൾ വിളിക്കുന്ന പേര് വിന്നിയർ സൈഫർ എന്നായിരുന്നു. അതിനകത്ത് തന്നെ ഓട്ടോക്കി സിസ്റ്റം കൊണ്ടുവരുന്ന വെർണം സൈഫർ പഠിച്ചു, പ്ലേ ഫെയർ സൈഫർ പഠിച്ചു. മനസ്സിലായോ? ഇനി ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഈ മോഡ്യൂൾ നിങ്ങൾക്കൊരു വലിയ ഇതൊന്നും ഇല്ല, നിങ്ങൾക്ക് ചെറിയൊരു ആണെങ്കിൽ അടുത്ത മോഡ്യൂളിൻ്റെ പോർഷനോട് ചേർത്ത് ചെറിയൊരു അസൈൻമെൻറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ ഈ മോഡ്യൂൾ നമ്മുടെ ഏകദേശം കംപ്ലീറ്റ് ആവും. ശരി, ഓക്കെ.